ടെമ്പററി കണക്ട് ഇത് ടെമ്പററി ആയിട്ട് ഷെഡ് കണക്ട് ഉണ്ടായിരുന്നു. ആണോ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ചെറിയൊരു പോർഷൻ കണ്ടില്ലേ, ആ, ഒരു മിനിറ്റ് ഞാൻ അത് സ്ക്രീൻ ഈ ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഒരു മിനിറ്റ്. കണ്ടോ? ഇതില് ഈ ഒരു ഏരിയ ആയിരുന്നു പറഞ്ഞേ, ഏത് ഏരിയ? ഈ 24.9. അപ്പൊ ഇത് ഏതൊരു ഏരിയ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു ഇത്രയും പോർഷൻ ആണോ ഫുള്ള് വരുന്നത്? അതെ അതെ, കൺസ്ട്രക്ഷൻ വരുന്ന ആ പോർഷനില, ഓക്കെ. ഫ്രീ അപ്പോൾ സ്പേസിലാ. ഈ പോർഷൻ ഏതാണ്? അതിവിടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട്. ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഏരിയ വരുന്നത് ഈ ഒരു ഇത്രയും പോർഷൻ ആണല്ലേ? അതെ അതെ അതെ, ഈ പറഞ്ഞ ഈ പിന്നെ മതിലിനോട് ചേർന്നിട്ടുള്ളത് പിന്നെ ടെമ്പററി കൺസ്ട്രക്ഷൻ ഇതാണ്, ഷെഡാണ്. ഷെഡിന്റെ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. ഇതല്ല ഈ റെഡ് കളറിൽ വന്നേക്കുന്നത് ബോർഡർ? അതല്ല, അത് ഫ്രണ്ട് സൈഡിലുള്ള ഇത് ഇത് ഷീറ്റിട്ട ഇതാണ്, ഷെഡാണ് ഈ പോർഷൻ. കാണിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, അത് നമുക്ക് ഏരിയയിൽ ഇൻക്ലൂഡ് ആവണതല്ലേ? അത് ഏരിയയിൽ ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പോർഷൻ തുടങ്ങിയാണോ? ഒന്ന് സ്ക്രീൻ നോക്കാവോ? ഇത്രയും പോർഷൻ ആണോ ഇവിടെ നിന്ന് ഇങ്ങനെ? അതെ 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 അതെ. ഓക്കെ ഓക്കെ, ഇപ്പൊ കറന്റ്ലി അവിടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഈ പിന്നെ ഈ പറഞ്ഞ ആ ഫസ്റ്റ് റോഡിനോട് ചേർന്നിട്ടുള്ള ഇത് ഇവിടെ അല്ല, അതിന്റെ മുകൾ ഭാഗം ഇവിടെ ആയിട്ടോ? അല്ലല്ല, ഇവിടെ റോഡ് ഇവിടെയാ, ഈ ഭാഗത്ത് റോഡ്. അതന്നെ, അവിടെയാണ് ഗേറ്റ്. മുകളിലേക്ക് വാ, ഗേറ്റിന്റെ പൊസിഷൻ കാണിച്ചുതരാം. അവിടെയാണ് ഗേറ്റ് ഉള്ളത്, കുറച്ച് താഴോട്ടായിട്ട്. അതില് ആ ഒരു പോർഷനില്. ഓക്കെ. അപ്പൊ നമുക്ക് എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണോ? ഗേറ്റ് എങ്ങനെയാ കൊടുത്തിട്ടുള്ളത് അവിടെ, ഇപ്പൊ നിങ്ങളെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ താഴത്തെ ഫ്ലോറിൽ നമുക്കൊരു 2 റൂംസ്, അതുപോലെ തന്നെ ഒരു പാർട്ടി ഹാള്, പിന്നെ നമുക്കൊരു ലിഫ്റ്റ് ഏരിയ, അതേപോലെ ഒരു ലിവിങ് ഏരിയ, റിസപ്ഷൻ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു പ്ലാനിങ് സെഷനിലേക്ക് മാത്രം എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഫർണിച്ചർ ലേഔട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പിന്നെ ഒരു മീറ്റിംഗിൽ നോക്കാം. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ എത്ര ഒരു മാക്സിമം എത്ര വെഹിക്കിൾസ് ഒക്കെ, കാറ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് കൊടുക്കാം. ഏത് ഏരിയയിലാണ് കൊടുക്കുക പാർക്കിംഗ്? പാർക്കിംഗ് ആക്ച്വലി നമുക്ക് ഇതിന്റെ റോഡ് വരുന്നത്, മെയിൻ റോഡ് ഇങ്ങനെയാണോ വരിക? അതെ അതെ അതെ. ഓക്കെ. ഈ ഭാഗത്ത് എന്താണ്? ആ ഭാഗം അത് ബൗണ്ടറിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് എൻഡ് ആണോ? വേറെ ആൾക്കാരെ പ്ലോട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് എൻട്രൻസ്. ഓക്കെ. ഇതിപ്പോ ഈ ഭാഗത്താണല്ലേ? ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ്? അതായത് റോഡിന്റെ ലെങ്ത് മാത്രമാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൂ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ അവിടെ ബൗണ്ടറി വാൾ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഇവിടെ ആയിട്ടായിരിക്കും അല്ലെ അപ്പൊ എൻട്രൻസ് വരുന്നത് എങ്ങനെയാണെങ്കിലും. ഈ ഭാഗത്തേക്ക് ഫേസ് ചെയ്ത്. അതെ 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 അതെ, ഫ്രണ്ട് ഭാഗം റോഡിന്റെ ഫേസ് ചെയ്തിട്ടാണ് എല്ലാം. ഓക്കെ. അപ്പൊ ഈ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തായിരിക്കും ബിൽഡിംഗ് ഉണ്ടാവുക. അതെ അതെ. ഓക്കെ. ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ബൗണ്ടറി ഇതല്ലേ? ഇത് ചെറിയൊരു ഡോട്ടി കാണിച്ചിരിക്കുന്നത്? ചെറിയ ഡോട്ട് കാണിച്ചിരിക്കുന്ന ബിൽഡിംഗ് ആ ലൈനാന്ന് പറഞ്ഞു. എന്തോ? അതായത് ബൗണ്ടറിക്ക് ശേഷം എത്ര വിടണ്ടേ? 1.5 മീറ്റർ ആണോ വിട്ടേക്കുന്നത്? അപ്പൊ ഫ്രണ്ടിൽ നിന്ന് 3 മീറ്റർ ആണോ?
ഫ്രണ്ടിന്ന് 3 മീറ്റർ. ഓക്കെ, ബാക്കി എല്ലായിടത്തും 1.5 മീറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്, അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ സ്കെച്ച് രീതിയിൽ നിന്നാണല്ലോ നമുക്ക് പ്ലാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് പ്ലാൻ വരച്ചവന്റെ മിസ്റ്റേക്ക് ആണ്. അത് എന്താണ് ഇങ്ങനെ എനിക്കും 22 ഉണ്ടാവുമ്പോ എങ്ങനെയാണ് 24 അവിടെ വരാം. അതുകൊണ്ടപ്പോൾ എനിക്കിത് ഇവിടെ 22 ചെയ്തപ്പോൾ ഇത് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വരക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് എന്താന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ചോദിച്ചത്, മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചത്. അതെ. ഓക്കെ. നമുക്കപ്പോൾ ഈ ഒരു ഇത്രയും പോർഷൻ അല്ലേ, ഇവിടെ നിന്ന് ഈ പോയിന്റ് വരെ ആയിരിക്കും അല്ലേ? അത് പിന്നെ ഇതില്ലേ ബെൻഡാന്ന പോയിന്റ് ഇല്ലേ, അതാണ് നമ്മുടെ ബൗണ്ടറി, നമ്മളെ ഫ്രീ സ്പേസിന്റെ ബൗണ്ടറി. മറ്റേത് ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് എൻട്രിയാ. ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ എൻട്രി ആയിരിക്കും. അതെ. ഓക്കെ. നമുക്കപ്പോ വരുന്ന ഏരിയ ഇത്രയും പോർഷൻ ആണ്. വേറെ സാറിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഇപ്പൊ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലത്തേക്ക് വേണ്ടിയിട്ട്? നിങ്ങളൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാന്ന് ടെക്സ്റ്റ് ആക്കോ. എത്ര സൈസ് ആണ് അങ്ങനെ ഡീറ്റെയിൽസ്. അത് ഞാനിപ്പോ എന്തായാലും ഒരു റഫ് സ്കെച്ച് ചെയ്തിട്ട് ഫർണിച്ചറിനും കൂടെ ഏകദേശം ഇട്ടിട്ട് ഞാനിപ്പോ അയക്കാം. അപ്പൊ സാറിന് കണ്ടാലും മനസ്സിലാകും എത്ര ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അങ്ങനെ റഫ് സ്കെച്ച് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഓക്കെ ശരി എങ്കിൽ. ഓക്കെ, താങ്ക് യു.